രാകേഷും രമേഷും വരാറായില്ലേ? അവരിപ്പോ ഇങ്ങനെ എത്തുന്നേ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. എന്നാ നിന്റെ അളിയന്മാരവര് വരുന്നു. ലക്ഷങ്ങൾ മുഴുവൻ തരാന്ന് പറഞ്ഞിട്ട് വെറും കൈയോടെയാണല്ലോ നിപ്പ്. വാ, കണ്ടമാനം സമ്പാദ്യമായിട്ടാണല്ലോ അവരുടെ വരവ്. അവര് സന്തോഷം കണ്ട ക്ഷീണിച്ചു പോയല്ലോടാ രണ്ടുപേരും. അവിടെ ഭക്ഷണം ഒന്ന് കഴിക്കാറില്ലേ നിങ്ങള്? നിങ്ങൾ ആ സാധനം ഇറക്കി വെച്ചിട്ട് വണ്ടി വിട്ടേക്ക്. സാധനങ്ങളൊന്നും കേടുപാട് കൂടാതെ ഇറക്കണം. പറഞ്ഞത് കേട്ടില്ലേ? തന്നോടും കൂടെ പറഞ്ഞേ. അതൊക്കെ അവരിറക്കിക്കൊള്ളും. നിങ്ങൾ വരി. കള്ള റാസ്കൽ 6 കൊല്ലായി പഠിപ്പിനെന്ന് പറഞ്ഞ് 10-12 ലക്ഷം രൂപ തൊലച്ചില്ലേ? അല്ല ഞമ്മളെന്താ അവരെ പണിക്കാരോ? അതും ഇങ്ങോട്ട് എടുക്കും ഇതും ഇങ്ങോട്ട് എടുക്കുന്ന എന്തിന് ഇത് പിടിച്ചേ? നമ്മളെ കൊണ്ടാവൂല. ഇത് പിടിക്കാൻ പറഞ്ഞില്ലേ? എന്നെ കൊണ്ട് കഴിയൂല. എന്ത് കോമ്പാളി ഓടിക്കുന്നു? പിന്നെ കോമാളി പിടിക്കുന്ന എന്റെ മറ്റേ ഞാൻ ഇത് പിടിക്കട്ടെ. സാധനങ്ങളൊക്കെ ഇറക്കി. ഇത് ചീപ്പ് പണിയായിപ്പോയി. നാളെ ഈ വീട് മുഴുവൻ കൈ വൃത്തിയാക്കാനും പട്ടിനും പശുവിനും കുളിപ്പിക്കുന്നു പറയാൻ മതി. ഇന്നൊക്കെയാണ് പരിചയം ഉണ്ട് നോക്കുക. ഞമ്മക്കത് അറിയില്ല. സൂക്ഷിച്ച് സംസാരിക്കാൻ എനിക്ക് നല്ല കേട്ടോ. നീ ഇവിടെ ചെയ്തൊക്കെ എനിക്കറിയാടാ. അന്നെ ഞമ്മക്കും തരും. എടാ നീ രാത്രി കോഴിക്കോട്ട് കല്ലായി പുഴയിന്ന് മരം കട്ട് വിറ്റില്ലടാ പട്ടി. മഹാറാണി ഹോട്ടലിൽ ക്യാഷ് ആയിട്ട് നടത്തിയിട്ട് അവിടുന്ന് ക്യാഷ് അടിച്ചൊന്നും ഞമ്മക്ക് സ്നേഹമായിട്ട് പോവാന്ന്. അങ്ങനെ മര്യാദക്ക് പറയും. എനിക്ക് എന്റെ വാപ്പനെ എനിക്ക് തിരില്ല. ടൗസറാജിന്റെ മോനാണ് ഞാൻ കേട്ടോ. തെറ്റിയാല് പളര് കത്തിയാൻ കഴിച്ചു. ഒരു കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് വന്നേ. കോശിച്ചായനെന്താ ഈ നേരത്ത്? ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അതെന്താ? അതായത് ഇന്നു മുതൽ രാകേഷിനും രമേശിനും ഞാൻ പറയുന്ന ആഹാരം കൊടുത്താൽ മതി. കോശിച്ചായൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഒരു 100 രൂപ എടുക്കാനുണ്ടോ? രൂപയുടെ പ്രശ്നം കള. ഞാനല്ലേ ധനകാര്യം. കോശിച്ചായൻ പൊയ്ക്കോളൂ, അത് ഞാൻ ഏറ്റു. വാരല്ലേ മോളെ, ഞാൻ പറയണത് കേട്ടാ മതി. ഓ നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഇനിയും പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ചെറിയ കുട്ടികളല്ലേ, പഠിച്ചോട്ടെ. 10-15 കൊല്ലോ. വേണ്ട, പഠിച്ചതൊക്കെ മതി. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സ്വത്തൊക്കെ നോക്കിയെടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങോട്ട് പോട്ടെ. ശരിയമ്മ. പിന്നെ എന്താ അന്റെ അടുത്ത് ഞമ്മളൊരു കാര്യം പറഞ്ഞ് ചെയ്യോ? ഇന്നു മുതൽ രമേശിനും രാകേഷിനും വെറും ചമ്മന്തിയും കഞ്ഞിയും കൊടുത്താൽ മതി കേട്ടാ. വേണമെങ്കിൽ ഒരു ചുട്ട പാപ്പടം കൊടുക്കും. അയ്യോ, അത് കഷ്ടല്ലേ? ഒരു കഷ്ടവുമില്ല. ഇതിൽ ഞമ്മക്ക് ഉണ്ടാക്കും ഒരു നഷ്ടവുമില്ല. ഈ ഞമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് ചെയ്താൽ മതി. എന്തേ എന്തേടോ? ശരി. ഓടമ്പന്മാര് ഗോപി, മുത്തു, ഇതേനെ ഇവിടെ വരും. പോലീശ്ശേരി തറവാട് ഇതാണ്ടാ? ഇത് തന്നെ. രാകേഷ് രമേശ് ഇവിടെ. കയ്യട് എറങ്ങാമോട്ടെ. ചേർത്തെറിയവനെ.
ഇവരെവിടെ കയറി പോടാ സാരം എടുത്തോണ്ട് ഇവരൊക്കെ എവിടെ കൊണ്ട് ഗുണം പിടിക്കത്തില്ല. ഇവരൊക്കെ എവിടെ കൊണ്ടുപോടാത്? വണ്ടിക്കത്തി എല്ലാം കൊണ്ടുപോകുന്നു. ഇത് വല്യമ്മോട് എന്താ പറയുക? വല്ലോന്റെ മുതലെടുത്തോണ്ട് വരുമ്പോ ആലോചിക്കണമായിരുന്നു. പോടാ. പിന്നെ വെറുതെ ഞാൻ കൊറേ ഇടിയുണ്ട്. മുതലാളി ഒരു കാര്യം ചെയ്യും, നമ്മളെ പുരയിലേക്കുള്ള മരം ഇറക്കിയതിന് ശേഷം മതി നമ്മളെ മുതലാളിന്റെ എസ്റ്റേറ്റിലേക്കുള്ള മരം ഇറക്കാൻ കേട്ടാ. അല്ല നമ്മൾ എപ്പോഴാ കൊടുത്തേക്കുന്നത്? അല്ല അത് മരം പിടിക്കുന്നു. അല്ലാന്നേ മരം വാങ്ങി കുറച്ച് ചെമ്മീൻ കിട്ടിക്കുന്ന കൊടംപുളിയും കൂടി കിട്ടി അതിട്ട് ബെക്കേന്ന് പറയണ മുതലാളി. കൊടംപുളി ഞങ്ങളിപ്പോ വരെ താ അറിഞ്ഞ ഇല്ല അവിടെ ഹോട്ടലുകാർ വന്ന് വലിയ അടി നടത്തുക. രാകേഷും രമേശും കൊണ്ടുവന്ന സാധനങ്ങളൊന്നും അവരുടെ സ്വന്തമല്ല, മോഷ്ടിച്ചതാണെന്ന്. ഇത് വെച്ച് നമുക്ക് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്താലോ? താൻ എന്താ ഇവിടെ ഇരിക്കുന്നേ? അല്ല ഞാൻ ആലോചിക്കും. അവസാനം തെങ്ങിന് താഴെ വന്നപ്പോഴാ അമ്മ എല്ലാം അമ്മൂമ്മയാന്ന് മനസ്സിലായത്. ഇവരാളൊരു ഭയങ്കര അവനെ പോയി മറ്റേ സംഘടിപ്പിച്ചോണ്ടോ? ഞാനിപ്പോ കൊണ്ടുവരാം. വേഗം ചെല്ല്. വേഗം പറഞ്ഞു കേട്ടോ. ഓ അവന്റെ ചെറുപ്പത്തിലെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല.